എന്നൊക്കെ ആണ്. സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു സുപ്രധാന കാലഘട്ടമാണ്. ഒരു വിഷയം നമുക്കറിയാം, അല്ലെങ്കിൽ പലസ്തീന പ്രദേശങ്ങളിലൊക്കെ വേനൽക്കാലത്താണ് പ്രധാന വിളവെടുപ്പിൻ്റെ സമയം വേനൽക്കാലത്താണ്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് സഭയുടെ വളർച്ചയെ സൂചിപ്പിക്കുവാനായിട്ടാണ് കൈത്താക്കാലം പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ദിവസം തന്നെ ആരംഭിക്കുന്നത് 12 അപ്പസ്തോലന്മാർ 12 സ്ലീഹന്മാരുടെ തിരുനാളോടുകൂടിയാണ് ഈ കാലഘട്ടം ആരംഭിച്ചത് തന്നെ. തീർച്ചയായും സഭയെ വളർത്തി സഭയെ പരിപാലിച്ച് സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന 12 ശിഷ്യന്മാരെ അപ്പസ്തോലന്മാരെ അവരുടെ തിരുനാളോട് കൂടിയാണല്ലോ കൈത്താക്കാലത്തിൻ്റെ പ്രാരംഭം കുറിച്ചത്. തീർച്ചയായിട്ടും സഭയ്ക്കുണ്ടാകുന്ന സഭയുടെ വളർച്ചയുടെ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുന്നതിൻ്റെ വലിയ സൂചന കൂടി ഇവിടെ ദ്യോതിപ്പിക്കുകയാണ്. സഭയുടെ വളർച്ച എന്ന് പറയുന്നത് നമുക്കറിയാം, ഈശോയുടെ ആ സന്ദേശം സ്വീകരിച്ച് ദൈവികമായ ചൈതന്യം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തിച്ച് എല്ലാവരെയും ക്രൈസ്തവൽക്കരിച്ച് യേശുവിൻ്റെ സന്ദേശം പകർന്നു കൊടുക്കുക ആ വലിയ യാഥാർത്ഥ്യമാണ്, ആ വലിയ കാര്യമാണ് ഈ കൈത്താക്കാലത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത്. അത് സഭയിൽ ജീവിച്ച് വളർന്ന് സഭയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച, കഷ്ടപ്പാടുകൾ ഏറ്റുവാങ്ങിയ, രക്തസാക്ഷിത്വം വരിച്ച ധീരാത്മാക്കളെ നാം നന്ദിയോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വലിയ കാലഘട്ടമാണ് കൈത്താക്കാലം. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ എല്ലാ ഇടവക തിരുനാളുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൈത്താക്കാലത്തിലാണ്. പക്ഷെ നമുക്ക് സൗകര്യങ്ങൾ മാറ്റിവെക്കുകയാണ്. ഇടവക തിരുനാൾ നടത്തുവാനുള്ള ഏറ്റവും ഉചിതമായിട്ട് സഭയുടെ പഠനമനുസരിച്ച് നോക്കുമ്പോൾ കൈത്താക്കാലമാണ്. കാരണം എല്ലാ ശിഷ്യന്മാരെയും, രക്തസാക്ഷികളെയും, വേദസാക്ഷികളെയും, വേദപാലകന്മാരെയും, സഭയ്ക്ക് വേണ്ടി ജീവിച്ച് ക്രിസ്തു സാക്ഷ്യം വഹിച്ച വിശുദ്ധിയിൽ വളർന്നു വന്ന എല്ലാ ധന്യാത്മാക്കളെയും ആദരിക്കുന്ന, അവർ ഓർക്കുന്ന വലിയ കാലഘട്ടം കൂടിയാണ് ഈ കൈത്താക്കാലം. കാരണം അവരിലൂടെയാണ് സഭ വളർന്നത്. സഭയെ വളരുവാനായിട്ട് അതിന് പ്രേരശക്തിയായി മാറിയത്, അതിൻ്റെ ആരംഭം കുറിച്ചത് ഈ വിശുദ്ധാത്മാക്കൾ ധന്യമായ ജീവിതവും അവരുടെ സാക്ഷ്യം കൊണ്ട് മാത്രമാണ് സഭ ഇന്ന് വളരുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കൈത്താക്കാലം നമ്മുടെ ആരാധനാക്രമത്തിൽ വളരെയേറെ പ്രാധാന്യം അറിയിച്ച ഒരു കാലഘട്ടം കൂടിയായിട്ട് തിരുസഭ ഇതിനെ കണക്കാക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം കാണുന്നുണ്ട്, ഈശോ രണ്ടാമത് അപ്പം വർദ്ധിപ്പിച്ച സാഹചര്യം അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 32 മുതൽ വായിക്കുമ്പോൾ ഈശോ രണ്ടാമതൊരപ്പം വർദ്ധിപ്പിക്കുന്ന ഒരു അത്ഭുതം. മറ്റ് അത്ഭുതങ്ങളൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഈശോയുടെ അടയാളങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരേ തരത്തിലുള്ള അടയാളങ്ങൾ അല്ല അത്ഭുതങ്ങൾ വീണ്ടും ഈശോ ആവർത്തിക്കുന്നതായിട്ട് കാണുന്നില്ല. ഈശോ മത്തായിയുടെ സുവിശേഷം നമ്മൾ സൂക്ഷ്മമായിട്ട് വായിച്ച് നല്ല രീതിയിൽ വായിച്ച് ഗ്രഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി രണ്ടാമത്തെ ഒരു അത്ഭുതം ഈശോ അവിടെ പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടാമത് ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന വചനത്തിൽ വായിക്കുന്നത്. ആദ്യത്തെ അപ്പം വർദ്ധിപ്പിച്ച സാഹചര്യം മത്തായിയുടെ സുവിശേഷത്തിൽ 13 മുതൽ 23 വരെ അവിടെ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അവിടെ ഈശോ 5 അപ്പം വർദ്ധിപ്പിച്ച് 5000 പേർക്ക് നൽകി, അതിനുശേഷം ബാക്കി 12 കുട്ട നിറയെ ബാക്കി ശേഖരിച്ചു വെക്കുന്നതായിട്ട് വചനത്തിൽ കാണുകയാണ്. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈശോ വീണ്ടും ഉടനെ ഒരു അത്ഭുതം കൂടി, ഇതേ അത്ഭുതം തന്നെ, അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം തന്നെ ഈശോ വീണ്ടും ആവർത്തിക്കുക ചെയ്തത്. ഇവിടെ ഈശോ 7 അപ്പമാണ് അവിടെ കൈവശമുണ്ടായിരുന്നത്. ഈ 7 അപ്പവും അവിടെ സ്വീകരിച്ച് അത് ആശീർവദിച്ച് പ്രാർത്ഥിച്ച് വിഭജിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു കൊടുക്കുക. അത് വിളമ്പി എല്ലാവർക്കും കൊടുത്തു വന്നപ്പോൾ അവസാനം 7 കൊട്ട നിറയെ ഈ അപ്പം അവിടെ മാക്കി വരികയാണ് ചെയ്തത്. അപ്പം ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇവിടെ ഈശോ അപ്പം വർദ്ധിപ്പിച്ച് തൻ്റെ പക്കലുണ്ടായിരുന്ന ഒരു ഈശോനെ സംതൃപ്തരാക്കുക. എന്തുകൊണ്ടാണ് ഈശോ രണ്ടാമത് ഇത്തരത്തിലുള്ള അത്ഭുത പ്രവർത്തിക്കുക? കാരണം വളരെ സൂക്ഷ്മതയോടെ വായിച്ചാൽ വചനം തന്നെ ഉത്തരം നൽകുന്നുണ്ട്. അത് ആ വചനം ആരംഭിച്ചത് അത് തന്നെയാണ്. യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു.
ഈശോ രണ്ടാമതൊരപ്പം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം അത് തന്നെയാണ്, മറ്റൊന്നുമല്ല. വചനം അത് വളരെ വ്യക്തമാണ്. ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഈശോയ്ക്ക് ജനക്കൂട്ടത്തോടുള്ള അനുകമ്പ കൊണ്ടാണ് ഈശോ വീണ്ടും ഒരു അപ്പവർദ്ധന നടത്തുന്ന രംഗം വിശുദ്ധഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇത് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാനൊന്നുമല്ല, നേരെ മറിച്ച് ദൈവിക തലത്തിൽ ദൈവം നിനക്ക് നൽകിക്കൊണ്ട് അനുഗ്രഹങ്ങളുടെ തോതെന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ദൈവം നമ്മിലേക്ക് നിരവധിയായ അനുഗ്രഹങ്ങളും കൃപകളും എപ്പോഴും ഏത് സമയം ചൊരിയാമെന്നുള്ള വലിയ സൂചന കൊണ്ട് നൽകുവാനായിട്ടാണ് ഈ രണ്ടാമത് ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നത്. ഈശോ എപ്പോഴാണ് വർദ്ധിപ്പിച്ചത്? എനിക്കെൻ്റെ ജനത്തോട് എനിക്ക് കരുണ തോന്നുകയാണ്, എനിക്കെൻ്റെ ജനത്തിന്റെ ആവശ്യം ഈശോ മനസ്സിലാക്കിയപ്പോൾ, എനിക്ക് അവന് അകന്നു നിൽക്കാൻ സാധിക്കില്ല ഈശോ മനസ്സിലാക്കിയപ്പോൾ ഈശോ വീണ്ടും ഒരു അപ്പവർദ്ധന കൂടി അവർ നടത്തുകയാണ് ചെയ്തത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ഈശോയ്ക്ക് എന്നിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ കുടുംബ സാഹചര്യങ്ങളിലേക്ക് ഒരു അത്ഭുതം കൂടി പ്രവർത്തിക്കണമെങ്കിൽ ഈശോയ്ക്ക് ഈശോയ്ക്ക് നിന്നോടുള്ള സ്നേഹം ഈശോയുടെ മനസ്സിൽ ഉയർന്നു വരണം. ഈ സ്നേഹം എപ്പോഴാണ് വരുന്നത്? അത് ഈശോ എപ്പോഴാണ് നിന്നെ നോക്കി കാണുന്നത്? നിന്റെ ഹൃദയം, നിന്റെ ചിന്തകളും, നിന്റെ വിചാരങ്ങളും, നിന്റെ ആഗ്രഹങ്ങളും, നിന്റെ പ്രതീക്ഷകളും, നിന്റെ വിശ്വാസവും യേശുവിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ദൈവത്തിന് നിന്നിൽ അകന്നു നിൽക്കാൻ സാധിക്കുകയില്ല. അതാണല്ലോ നമ്മൾ വിശുദ്ധം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ജനത്തെ എനിക്ക് മറക്കാൻ സാധിക്കുകയില്ല, ഈ ജനത്തെ വിട്ടുമാറാൻ സാധിക്കുകയില്ല. കാരണം അവരോടുള്ള സാമീപ്യം, അവരുടെ ചൈതന്യം, അവരുടെ ആത്മീയത നിലനിൽക്കുമ്പോൾ എത്രയേറെ തെറ്റുകളും കുറ്റങ്ങളും ഏതെല്ലാം പ്രതിസന്ധികളും അവർക്ക് ചെയ്താലും ദൈവം പൊറുക്കുന്നവനാണ്. അത് ദൈവത്തിന് നിന്നിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ഈ ഒരു വലിയ മനോഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിറവേറ്റേണ്ടത്. ഇത് മറ്റൊരു വലിയ അർത്ഥം കൂടി ഇത് സൂചിപ്പിക്കുക. ഈശോ രണ്ടാമത് പ്രവർത്തിച്ചെന്ന് പറഞ്ഞാൽ ഈശോ ഇന്നും എന്നും നമ്മിലേക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് അങ്ങനെ പ്രവർത്തിക്കുവാനുള്ള ഒരു സാഹചര്യം, അതിനുള്ള ഒരു ഒരുക്കം നിന്റെ ഭാഗത്ത് എപ്പോഴുണ്ടാകുന്നു, അപ്പോൾ ദൈവം നിനക്ക് അനുഗ്രഹം നൽകുമെന്ന് ഈ വിശുദ്ധഗ്രന്ഥം സൂചിപ്പിക്കുക. ഇത് വചനം പറയുന്നതാണ്, നമ്മളാരും പറയുന്നതല്ലോ. വചനം അക്കമിട്ട് പറയുന്നതല്ലേ. ഇപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കൃപകളും നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അപ്പൊ ഈശോ അതുകൊണ്ട് ധ്യാനത്തിൽ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നു. വളരെ അർത്ഥവത്തായ ഗാനമാണ്. അതായത് ഇന്നും എന്നും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ കൃപകളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഈ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏത് സമൂഹത്തിലും ദൈവത്തിൻ്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ നാം മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ദൈവം നൽകുന്ന കൃപകളുടെ ആഴം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിത വ്യക്തതയിൽ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. അത് വിവേചിച്ചറിയുവാനായിട്ട് സാധിക്കണം. അവിടെയാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത്. എൻ്റെ ആധ്യാത്മിക ജീവിതം ദൈവത്തിലേക്ക് നീ കണ്ണു നട്ട് ദൈവത്തിലേക്ക് നോക്കി കണ്ടുകൊണ്ട് ദൈവത്തിലേക്ക് അനുസരിച്ച് പ്രയാണം നടത്തുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ കൃപ, അവിടുത്തെ അനന്തമായ അനുഗ്രഹം നമ്മിലേക്ക് ആഴ്ന്നിറങ്ങും. ഇന്നത്തെ സുശേഷം വായിച്ചപ്പോഴും ഈ ഒരു ചിന്തയല്ല മനസ്സിലേക്ക് വന്നത്. ഈശോ വീണ്ടും രണ്ടാമതൊരു അല്പം പ്രവർത്തിച്ചു. ഇതുപോലെ എന്നും നമ്മുടെ ജീവിതത്തിൽ അല്പം പ്രവർത്തിക്കാൻ ശക്തിയുള്ളവരാണ് എൻ്റെ കർത്താവ്. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ വ്യാപാരങ്ങളെയും നമ്മുടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കാഴ്ചപ്പാടുകളെല്ലാം നാം വിട്ടുകൊടുക്കുമ്പോൾ ദൈവം എന്നിലും നിങ്ങളിലും അല്പം പ്രവർത്തിക്കും. നല്ല ദൈവത്തെ സന്നിധിയിൽ നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയും ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ കൃപകളെ ഓർത്ത് ദൈവത്തിന് നന്ദിയുള്ളവരായിട്ട് മാറുവാനും കൂടുതൽ അനുഗ്രഹത്താൽ നിറയപ്പെടുവാനും ഈശോ അപ്പം വർദ്ധിപ്പിച്ച് നൽകിയതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എന്നിലേക്ക് നിറയപ്പെടുവാനായിട്ട് അത് ഒന്നിനൊന്ന് നമുക്ക് ലഭിക്കുവാനായിട്ടുള്ള ആ വലിയ കാഴ്ചപ്പാടോടെ അനുഗ്രഹത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി ദൈവത്തെ സന്നിധിയും വ്യാപരിക്കുകയും ദൈവത്തിന് വചനങ്ങൾ പാലിച്ചുകൊണ്ട് ദൈവസന്നിധി വിശുദ്ധിയും വെണ്മയും നമ്മുടെ ജീവിതം നയിക്കുവാനുള്ള വലിയ തുറവയോടുകൂടി നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചുവിടാം. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും എന്നിലും നിങ്ങളിലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒത്തിരി സന്തോഷമായിരിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്മോൾ വൺസ്, ലിറ്റിൽ വൺസ് ഇന്ന് ആദ്യമായിട്ട്
മതാധ്യാപന രംഗത്തിലേക്ക് പ്രവേശിക്കുക. നല്ല കുഞ്ഞുങ്ങൾ, അവർ നല്ല ഒരുങ്ങി നല്ല കുഞ്ഞുങ്ങളായിട്ടാണ് പ്രാർത്ഥനയോടുകൂടി. അദ്ദേഹം കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും വളരെ നല്ല ക്രമത്തിലാണ് കുഞ്ഞിരിക്കുന്നത്. നല്ല ഉത്സാഹത്തിൽ പ്രാർത്ഥന ഒരു അന്തരീക്ഷത്തിൽ ദൈവം ഈ കുഞ്ഞുങ്ങളെ സമ്മതത്തോടെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ദേവാലയത്തിൽ പറഞ്ഞു വിട്ടിട്ട് മാത്രമായില്ല, മതാധ്യാപന രംഗത്തും ആധ്യാത്മിക തലത്തിലും ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പിടിച്ചിരിക്കണം. ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പിടിച്ച് അവരെ ആധ്യാത്മികതയിലും മതാധ്യാപന രംഗത്തും നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും കുഞ്ഞുങ്ങളെ ദൈവിക ചൈതന്യത്തിൽ ആഴപ്പെടുവാനായിട്ട് മാതാപിതാക്കൾ അതീവ ശ്രദ്ധാലുക്കളായിട്ട് മാറുകയും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാ ആധ്യാത്മിക പോഷണം നൽകുകയും ഈ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുവാനായിട്ട് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ വിലയിൽ നമുക്ക് കുഞ്ഞുങ്ങളെ, നമ്മുടെ നല്ല ബന്ധപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ആത്മവിശുദ്ധിയും ജീവിത മനോഭാവത്തോടു കൂടി അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾ ആ കുടുംബത്തിന് ഒരു അനുഗ്രഹമായി മാറുവാനായിട്ട് സഭയ്ക്കും നാടിനും പ്രദേശത്തിനുമൊക്കെ വലിയ അനുഗ്രഹങ്ങളായി മാറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ നല്ല ദിവസം ഇന്ന് ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വിശുദ്ധ കുർബാന ഉപയോഗിച്ച തിരുവസ്ത്രങ്ങൾ അത് സ്പോൺസർ ചെയ്തിരിക്കും KM ജോയി കുടുംബാംഗങ്ങളാണ്. അവർ ഈ അവസരത്തെ സ്നേഹത്തോടെ ഓർക്കുക എന്നത് നല്ലൊരു കപ്പ ഡ്രസ്സ് സെറ്റ്, ഫുൾ സെറ്റ് അത് അവർ സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. ഒരു നല്ലൊരു ദിവസം ഇത് അണിഞ്ഞ് പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ ഈ ആത്മീയ ചരിത്രത്തിൽ നമ്മളെ വളർത്തുവാൻ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകിച്ച് കുടുംബത്തെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും അവർ നൽകിക്കൊണ്ടിരിക്കുന്ന സഭയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഇടവയ്ക്ക് നൽകുന്ന എല്ലാ സ്നേഹത്തിനും സാഹോദര്യത്തിനും ഒപ്പം അവരുടെ ആത്മീയ ശുശ്രൂഷകൾക്കും എല്ലാ സഹായങ്ങൾക്കും ദൈവം ആ കുടുംബാംഗങ്ങളെ പ്രത്യേകപ്പെട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥം പ്രാർത്ഥിക്കുകയും ചെയ്യാം.